യഥാർത്ഥത്തിൽ 1500 കോടി രൂപ കിട്ടുമോ എന്ന കാര്യം സംസ്ഥാന സർക്കാർ ഒന്ന് വ്യക്തമാക്കേണ്ടതുണ്ട്. നമ്മൾ വിചാരിക്കുക എന്താണ്, ഇപ്പൊ വി ശിവൻകുട്ടി തിരുവനന്തപുരത്ത് നിന്ന് ഫ്ലൈറ്റ് എടുത്ത് നേരെ ഡൽഹിയിൽ പോകുന്നു. ഡൽഹിയിൽ ചെന്ന് അവിടുത്തെ കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രിയായിട്ട് ധർമ്മേന്ദ്ര പ്രധാനെ കാണുന്നു. അവർ രണ്ടും കൂടി ഒരു MOU സൈൻ ചെയ്യുന്നു. ആ കരാർ ഒപ്പിട്ട ശേഷം ഉടൻ തന്നെ 1500 കോടി രൂപ എടുത്തൊരു സൂട്ട് കേസിൽ വെച്ച് ധർമ്മേന്ദ്ര പ്രധാൻ ഈ പറയുന്ന ശിവൻകുട്ടി ഏൽപ്പിക്കുന്നു. ആ പണവുമായിട്ട് അദ്ദേഹം നേരെ ഡൽഹിയിൽ നിന്ന് ഫ്ലൈറ്റ് കയറി തിരുവനന്തപുരത്ത് വരുന്നു. ഇങ്ങനെയാണോ? അങ്ങനെയൊന്നും സംഭവിക്കില്ല. 1500 കോടി രൂപയൊന്നും ഒറ്റയടിക്ക് കിട്ടാനേ പോകുന്നില്ല. എന്ന് മാത്രവുമല്ല, നമുക്ക് ഈ പദ്ധതി ഒന്ന് പരിശോധിച്ച് നോക്കാം. നോക്കൂ, 2023 മുതൽ 2027 വരെ 5 വർഷത്തേക്കാണ് യഥാർത്ഥത്തിൽ ഈ PM ശ്രീ പദ്ധതി എന്ന് പറയുന്നത്. 3 വർഷം ഓൾറെഡി കഴിഞ്ഞു കഴിഞ്ഞു. ഇനിയിപ്പോൾ 2 വർഷം കൂടിയേ ഉള്ളൂ. രാജ്യത്ത് 14,500ഓളം സ്കൂളുകളാണ് ഈ പദ്ധതിക്ക് കീഴിൽ വരിക. കേരളത്തിൽ നിന്ന് ഏതാണ്ട് 200 സ്കൂളുകളെ വരികയുള്ളൂ. ഒരു സ്കൂളിന് 1 കോടി രൂപ വെച്ച് കിട്ടും. ആ 1 കോടി എന്ന് പറയുന്നത് 5 വർഷം കൊണ്ട് 20 ലക്ഷം രൂപ വെച്ചിട്ടാണ്. അപ്പോൾ 3 വർഷം കഴിഞ്ഞല്ലോ, 60 ലക്ഷം ഓൾറെഡി നഷ്ടപ്പെട്ടു കഴിഞ്ഞു. ഈ പദ്ധതിയിൽ അരിയേഴ്സ് ഒന്നും ഇല്ല കേട്ടോ. ഇനിയിപ്പോൾ കിട്ടാൻ പോകുന്നത് 2 വർഷത്തെ പൈസയാണ്. 1 വർഷം 20 ലക്ഷം എന്ന് വെച്ചിട്ട് 2 വർഷം 40 ലക്ഷം രൂപയാണ് ഒരു സ്കൂളിൽ കിട്ടുക. 200 സ്കൂളെ കേരളത്തിൽ നിന്ന് ഉണ്ടാവുള്ളൂ. അങ്ങനെയാണെങ്കിൽ 1 വർഷം കിട്ടാൻ പോകുന്ന പൈസ എന്ന് പറയുന്നത് 40 കോടിയാണ്. 2 വർഷം കിട്ടാൻ പോകുന്നത് 80 കോടിയാണ്. അതിന്റെ മെയിൻ്റനൻസ്, മറ്റു ട്രെയിനിങ്, ഇത്തരം പരിപാടികളൊക്കെ വെച്ചാൽ പോലും ഏതാണ്ട് 200-250 കോടി രൂപയാണ് ആകപ്പാടെ കിട്ടാൻ പോകുന്ന ഈ 2 വർഷം. അതിനപ്പുറത്തേക്ക് ഈ 1500 കോടി രൂപ കിട്ടുമെന്ന് പറയുന്നത് എന്ത് വസ്തുതയുടെ അടിസ്ഥാനത്തിലാണെന്ന് സംസ്ഥാന സർക്കാരും ശിവൻകുട്ടി വിശദീകരിക്കണം. ആ വിശദീകരണം നമുക്ക് ബോധ്യപ്പെടേണ്ട പ്രശ്നമുണ്ട്. കാരണം എന്താ വെച്ചാൽ 1500 കോടി രൂപ കിട്ടുന്നു, 1500 കോടി രൂപ കിട്ടുന്നു എന്ന് പറഞ്ഞുകൊണ്ടാണ് ഈ പദ്ധതിയെ ന്യായീകരിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ 1500 കോടി രൂപ കിട്ടുമോ എന്നുള്ളത് ആദ്യം വിശദീകരിക്കണം. രണ്ടാമത്തെ കാര്യം, ഈ 1500 കോടി രൂപ കിട്ടിയാൽ കേരളത്തിൽ ഈ പറയുന്ന കർഷകരിൽ നിന്ന് ധാരാളമായിട്ട് നെല്ല് സംഭരിച്ചിട്ടുണ്ട് സംസ്ഥാന സർക്കാർ. ആ പൈസയൊക്കെ കുടിശ്ശികയാണ്. അവർക്ക് ആ പൈസ കൊടുക്കാൻ കഴിയുമോ? ഈ സംസ്ഥാനത്തെ സിവിൽ സപ്ലൈസ് ഔട്ട്ലെറ്റുകളിലൊക്കെ പലപ്പോഴും ക്ഷാമമാണ് സാധനങ്ങൾക്ക് അനുഭവപ്പെടുന്നത്. അവിടെ ഈ സാധനങ്ങളൊക്കെ വാങ്ങി വെക്കാൻ കഴിയുമോ? അതൊന്നും ചെയ്യാൻ കഴിയില്ല. അത് വിദ്യാഭ്യാസ മേഖലയിൽ മുടക്കേണ്ട പൈസയാണ്. എന്ന് മാത്രമല്ല, യൂട്ടിലൈസേഷൻ സർട്ടിഫിക്കറ്റ് കൊടുത്താൽ മാത്രമേ ഈ പൈസ ഇങ്ങോട്ട് കിട്ടുകയുള്ളൂ. അപ്പോൾ കേരളത്തിന്റെ അടിസ്ഥാന പ്രശ്നങ്ങൾ പരിഹരിക്കാനൊന്നും ഈ പറയുന്ന പൈസ കൊണ്ട് പ്രയോജനപ്പെടില്ല. എങ്കിലും വിദ്യാഭ്യാസ മേഖലയ്ക്ക് കിട്ടുന്ന ഒരു കാര്യമാണല്ലോ, നല്ലത് തന്നെ. പക്ഷേ ഈ പൈസ കിട്ടുമോ എന്നുള്ള കാര്യം കൃത്യമായി വിശദീകരിക്കേണ്ടതുണ്ട്. ഇനിയിപ്പോൾ തോമസ് ഐസക് പറയുന്ന ഒരു കാര്യം എന്താണെന്ന് അറിയാമോ? നമ്മൾ ഈ പറയുന്ന PM ശ്രീ പദ്ധതി നടപ്പാക്കിയാലും ഈ ദേശീയ വിദ്യാഭ്യാസ നയം ഇവിടെ നടപ്പാക്കേണ്ടി വരില്ല. നമ്മളത് ജാഗ്രതയോടുകൂടി ഇരുന്നാൽ മാത്രം മതി. കാരണം ഈ സ്കൂളുകളെല്ലാം കേരളത്തിലാണല്ലോ, ഇവിടെ പഠിപ്പിക്കുന്നത് നമ്മുടെ അധ്യാപകരാണല്ലോ, അവിടെ മേൽനോട്ടം വഹിക്കുന്നത് നമ്മുടെ PTA ആണല്ലോ. അപ്പോൾ BJPക്ക് ഈ സ്കൂളുകളൊന്നും ഇറങ്ങാൻ കഴിയില്ല എന്നുള്ളതാണ് പ്രിയപ്പെട്ട തോമസ് ഐസക്കും എല്ലാവരും മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്. 2020 നാഷണൽ എഡ്യൂക്കേഷൻ പോളിസി തീരുമാനിച്ചത്. ആ തീരുമാനം എന്ന് പറയുന്നത് RSSന്റെ തീരുമാനമാണ്. ഈ രാജ്യത്തെ വിദ്യാഭ്യാസ സമ്പ്രദായത്തെ ഹിന്ദുത്വവൽക്കരിക്കുക എന്നുള്ള അജണ്ടയുടെ അടിസ്ഥാനത്തിലാണെന്നേ ആ വിദ്യാഭ്യാസ പദ്ധതി ഉണ്ടാക്കിയിരിക്കുന്നത്. ആര്യഭട്ടനും ചാർവാകനും അതുപോലെ തന്നെ കൗടില്യനും ഗാർഗിയും മൈത്രേയും വരാഹമിഹിരനും അങ്ങനെയൊക്കെയുള്ള വലിയ ആളുകളാണ് ഇന്ത്യയുടെ വിദ്യാഭ്യാസത്തെ ആവിഷ്കരിച്ചതെന്നും അവരെയൊക്കെയാണ് നമ്മൾ ഇനിയും വിദ്യാർത്ഥികളെ പഠിപ്പിച്ച് ആ സംസ്കാരത്തെ പുനഃസ്ഥാപിക്കേണ്ടതെന്നുമാണ് ഈ പറയുന്ന പദ്ധതിയുടെ ഈ നയത്തിന്റെ ആമുഖത്തിൽ തന്നെ പറഞ്ഞിരിക്കുന്നത്. ആ അർത്ഥത്തിൽ ബ്രാഹ്മണിക്കലായ ഒരു വിദ്യാഭ്യാസ സമ്പ്രദായം ആവിഷ്കരിക്കുന്നതിനും നടപ്പാക്കുന്നതിനും വേണ്ടിയിട്ടാണ് പുതിയ വിദ്യാഭ്യാസ നയം പ്രഖ്യാപിച്ചിരിക്കുന്നത് എന്ന വിമർശനം ആദ്യം പറഞ്ഞ പാർട്ടി CPM ആണെന്നേ. ആ പ്രതിഷേധം മുന്നോട്ട് വെച്ച പാർട്ടിയും CPM ആണ്. എന്ന് മാത്രമല്ല, ഈ വിദ്യാഭ്യാസ നയം രാജ്യത്തിന് അപകടകരമാണ് എന്ന് പറഞ്ഞയാളാണ് കേരളത്തിന്റെ മുഖ്യമന്ത്രിയായിട്ടുള്ള പിണറായി വിജയൻ. ഇപ്പൊ ഈ PM ശ്രീ പദ്ധതി എന്താ? ആ പദ്ധതി എന്ന് പറയുന്നത് ഈ ദേശീയ വിദ്യാഭ്യാസ നയത്തിന്റെ ഇംപ്ലിമെന്റേഷൻ ആമാണ്. ആദ്യഘട്ടത്തിൽ PM ശ്രീ ആണ് വരിക. അതായത് പൈലറ്റ് വരും, പിന്നീട് VIP വരും എന്ന് പറയുന്ന പോലെ ആദ്യം പൈലറ്റായിട്ട് ഈ പദ്ധതി നടപ്പാക്കും. ആ പദ്ധതി നടപ്പാക്കുമ്പോൾ ആ പദ്ധതിയിൽ അതിന്റെ കരിക്കുലവും നടപ്പാക്കണം. കരിക്കുലം എന്ന് പറഞ്ഞാൽ പാഠ്യപദ്ധതി എന്നാണ്. പ്രത്യേകിച്ച് 1ാം ക്ലാസ് മുതൽ 8ാം ക്ലാസ് വരെ നിർബന്ധമായും ഈ പറയുന്ന ദേശീയ വിദ്യാഭ്യാസ നയത്തിന്റെ അടിസ്ഥാനത്തിൽ രൂപീകരിച്ചിരിക്കുന്ന പാഠഭാഗങ്ങൾ തന്നെ പഠിപ്പിക്കേണ്ടി വരും. അതിന്റെ അടിസ്ഥാനത്തിലാണ് അപ്രൈസൽ നടത്തുക. നമ്മുടെ അധ്യാപകർ പോയിട്ട് പാഠപുസ്തകം വേറെ, ഞാൻ പഠിപ്പിക്കുന്നത് വേറെ എന്നൊന്നും നടപടിയെടുക്കാൻ കഴിയില്ല. അത് സാധ്യവുമല്ല. കാരണം ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ പഠിപ്പിക്കുന്ന പാഠഭാഗങ്ങൾ കേന്ദ്ര സർക്കാർ തീരുമാനിക്കും. അതിന്റെ അടിസ്ഥാനത്തിലാണ് നടക്കുക. അപ്പൊ നമുക്ക് നമ്മുടെ അധ്യാപകരല്ലേ, ഇവിടെ ഒന്നും സംഭവിക്കില്ല എന്ന് പറഞ്ഞിരിക്കാൻ കഴിയില്ല. എന്ന് മാത്രമല്ല, ഇപ്പോ ഒരു ഉദാഹരണം ഞാൻ പറയാം. ഇന്നിപ്പോ നമ്മുടെ CPMന്റെ ദേശീയ ജനറൽ സെക്രട്ടറി MA ബേബി പറഞ്ഞിരിക്കുന്നത് യാതൊരു കാരണവശാലും NEP കേരളത്തിൽ നടപ്പാക്കില്ല എന്ന് തന്നെയാണ്. അങ്ങനെയാണെങ്കിൽ കേരളവും കേന്ദ്രവും ഒരുപോലെ മറുപടി പറയേണ്ട, അതായത് ദേശീയ നേതൃത്വം ഒരുപോലെ മറുപടി പറയേണ്ട ഒരു പ്രശ്നം എന്ന് പറയുന്നത് NEP നടത്താതെ PM ശ്രീ പദ്ധതി നടപ്പാക്കാൻ കഴിയുമോ എന്നുള്ളതാണ്. അത് സാധ്യമേ അല്ല. ഞാൻ പറയുന്നത്, ഇപ്പോൾ 1 കിലോ വാഷിംഗ് പൗഡർ വാങ്ങിച്ചാൽ ഒരു കുളിക്കുന്ന സോപ്പ് ഫ്രീ എന്നുള്ള പരസ്യം നമ്മൾ കാണാറുണ്ട്. നിങ്ങൾക്ക് കടയിൽ പോയിട്ട് ആ കുളിക്കുന്ന സോപ്പ് മാത്രം എടുത്തുകൊണ്ട് പോകാൻ കഴിയില്ല. ആ സോപ്പ് കിട്ടണമെങ്കിൽ നിങ്ങൾ ഈ പറയുന്ന 1 കിലോ വാഷിംഗ് പൗഡർ കൂടി വാങ്ങിക്കണം എന്നതുപോലെയാണ് ഈ PM ശ്രീ പദ്ധതി. അത് നടപ്പാക്കുന്നതിനുള്ള പൈസ വാങ്ങിച്ച് അത് നടപ്പാക്കിയാൽ നിർബന്ധമായും ദേശീയ വിദ്യാഭ്യാസ നയം കേരളത്തിൽ നടപ്പാക്കേണ്ടി വരും. അങ്ങനെ വിദ്യാഭ്യാസ നയം നടപ്പാക്കാൻ CPM തീരുമാനിച്ചിട്ടുണ്ടോ എന്നാണ് കേരളത്തോട് ആദ്യം പറയേണ്ടത്. അല്ലാതെ 1500 കോടി രൂപ കിട്ടും, അതുകൊണ്ട് ഞങ്ങൾ ഈ PM ശ്രീ പദ്ധതി നടപ്പാക്കും എന്നൊന്നും പറഞ്ഞാൽ കേരളം അത് വെള്ളം തൊടാതെ വിഴുങ്ങില്ല. എന്ന് മാത്രമല്ല, LDF മാത്രം തീരുമാനിക്കേണ്ട ഒരു പ്രശ്നമല്ല ഇത്. കേരളത്തിലെ 80% ജനങ്ങളും സെക്കുലറായി ചിന്തിക്കുന്ന ജനങ്ങളാണ്. ഇവിടെ ഒരു തരത്തിലുള്ള വർഗീയവൽക്കരണവും ഈ പറയുന്ന വിദ്യാഭ്യാസ മേഖലയിൽ നല്ല ഒരു മേഖലയിലും സംഭവിക്കരുത് എന്ന് വിചാരിക്കുന്ന ആളുകളാണ് 80% ആളുകളും. അവർ കോൺഗ്രസ് ആയിരിക്കാം, RSP ആയിരിക്കാം, കേരള കോൺഗ്രസ് ആയിരിക്കാം, CPM ആയിരിക്കാം, CPI ആയിരിക്കാം. പക്ഷേ പാർട്ടി ഭേദമന്യേ 80% ഓഫ് കേരള പോപ്പുലേഷൻ എന്ന് പറയുന്നത് സെക്കുലർ ആണ്. അവർ ഇത്തരത്തിലുള്ള വിദ്യാഭ്യാസ പദ്ധതി നടപ്പാക്കുമ്പോൾ നിങ്ങൾ അവരോട് കാര്യങ്ങൾ വിശദീകരിക്കാൻ ബാധ്യസ്ഥമാണ്. ഒറ്റ ചോദ്യമേ സർജിക്കൽ സ്ട്രൈക്കിന് ചോദിക്കാനുള്ളൂ. ദേശീയ വിദ്യാഭ്യാസ നയത്തോടുള്ള നിങ്ങളുടെ സമീപനം എന്താ? CPMന്റെ സമീപനം എന്താ? എല്ലാ പ്രതിഷേധവും അവസാനിപ്പിച്ചോ? എല്ലാ വിമർശനങ്ങളും അവസാനിപ്പിച്ചോ? PM ശ്രീ പദ്ധതിയിലൂടെ നിങ്ങൾ ഇപ്പോൾ നടപ്പാക്കാൻ പോകുന്നത് ദേശീയ വിദ്യാഭ്യാസ നയമല്ലേ? അതിന്റെ ഒരു കർട്ടൻ റൈസർ അല്ലേ ഈ പറയുന്ന PM ശ്രീ പദ്ധതി? ആ ചോദ്യത്തിന് കേരളത്തോട് മറുപടി പറയാൻ CPMനും CPMന്റെ നേതൃത്വത്തിനും കേരളത്തിന്റെ മുഖ്യമന്ത്രിയായ പിണറായി വിജയനും ഉത്തരവാദിത്തമുണ്ട്, ബാധ്യതയുണ്ട്. ആ ചോദ്യം ആവർത്തിക്കുന്നു. ദേശീയ വിദ്യാഭ്യാസ നയം നടപ്പാക്കാൻ CPM തീരുമാനിച്ചോ എന്നാണ് സർജിക്കൽ സ്ട്രൈക്ക് ചോദിക്കുന്നത്.